ഹലോ, നമ്മൾ ചുരിദാർ, മാക്സി അതുപോലത്തെ നീളമുള്ള ഐറ്റംസ് നമുക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തുണി എങ്ങനെ ഫോൾഡ് ചെയ്യാന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതാ നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് സിമ്പിളായിട്ട് പറയുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഫുള്ളായിട്ട് കാണാം. അപ്പോൾ ആദ്യം തന്നെ നമ്മളിത് മൊത്തത്തിൽ നിവർത്തിയിട്ട് ഇത് അതുപോലെ മടക്കി വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഈ കാണുന്ന ഇതാണ് വീതിയായിട്ട് വരിക. അത് വീതി കുറവായിരിക്കും കേട്ടോ, നീളത്തിലേറെ കുറവായിരിക്കും. പിന്നെ ഈ അറ്റം മുതൽ മറ്റേ അറ്റം വരെയുള്ളത് നീളമാണ്. ഇനി നമുക്ക് വീതി രണ്ടാക്കിയിട്ടാണ് മടക്കേണ്ടത് ഫസ്റ്റ്. അപ്പോൾ ഇത് തുല്യമായിട്ട് മടക്കുക. അപ്പോൾ നമ്മൾ മടക്കുന്ന രീതിയിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ മടക്കാൻ വേണ്ടിയിട്ട് നോക്കട്ടെ, എന്നാലും നമുക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ അത് മടക്കിയിട്ട് നമ്മൾ കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊക്കെ നിവർത്തി കൊടുക്കുക. അപ്പോൾ ആദ്യം നമ്മൾ വീതിയാണ് രണ്ടാക്കിയിട്ട് മടക്കിയിട്ടുള്ളത്. അപ്പോൾ ഇത് പെർഫെക്റ്റ് ആയിട്ട് മടക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നീളം മറിച്ചിട്ട് കൊടുക്കണം. ഇപ്പോൾ ഇതുപോലെയാണ് നമ്മൾ തുണി ഉള്ളത്. ഇനി നമുക്ക് എത്രത്തോളം നീളം വേണോ അതിനനുസരിച്ച് ഈ തുണി നീളക്കത്തിലൊന്ന് മടക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഫുള്ളായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ താഴെ വരെ ഇത് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ക്ലോസ് ആയിട്ടുള്ള ഭാഗമാണ് മുകൾ ഭാഗം, ഓപ്പൺ ആയിട്ടുള്ള ഭാഗം താഴത്തേക്കാണ് വരിക. പിന്നെ എനിക്കിപ്പോൾ ഇത്രത്തോളം നീളം മതി, അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത്രയാണ് ഇതിന് കാണിച്ചിട്ടുള്ളത്. നമുക്ക് ഇത്രത്തോളം നീളം മതിയോ അത്ര വരെ അതുപോലെ വെച്ച് കൊടുക്കുക. ബാക്കിയുള്ള ഭാഗം നമുക്ക് സ്ലീവിനായിട്ട് ഉപയോഗിക്കാം കേട്ടോ. ഇനി അതാ ഫുള്ളായിട്ട് നമുക്ക് ലെങ്ത്ത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സൈഡിൽ നിന്നും സ്ലീവിനുള്ളത് കിട്ടും. അത് കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ നമുക്കിത് ഫുള്ളായിട്ട് വേണ്ട, അപ്പോൾ അതുകൊണ്ട് സ്ലീവിനുള്ള ഭാഗം താഴത്തുനിന്ന് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ ക്ലോസ്ഡ് ആയിട്ടുള്ള ഭാഗം മുകളിലും താഴെ ഓപ്പൺ ആയിട്ടുള്ള ഭാഗമാണ്. നമ്മൾ ക്ലോസ്ഡ് ആയിട്ടുള്ള ഭാഗത്തു നിന്നാണ് നമ്മൾ അളവൊക്കെ എടുത്ത് തുടങ്ങുക കേട്ടോ. നമ്മൾ ഈ ഒരു ഭാഗത്തു നിന്ന് ഈ ഓപ്പണിലുള്ള ഭാഗം നമുക്ക് വെട്ടിക്കളയാനുള്ള ഭാഗമാണ്. പിന്നെ മുകളിലും ക്ലോസ് ആയിരിക്കും, അത് ലാസ്റ്റ് നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്മൾ അളവൊക്കെ എടുത്തിട്ട് ഇതൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. നമ്മൾ ചാനലിന് മുൻപ് ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ടയറിങ് ക്ലാസ്സൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിന് കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അത് വേണമെന്നുള്ളവർക്ക് നമ്മുടെ ചാനൽ പ്ലേലിസ്റ്റിൽ കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ ഓക്കെ, താങ്ക് യു.